മഞ്ജു പിള്ളയുടെ മകളായ ദയ സുജിത്ത് പ്രേക്ഷകർക്ക് പരിചിതയാണ്. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോ വൻ ചർച്ചയായിരുന്നു. യൂട്യൂബേഴ്സ് അടക്കം നിരവധി പേരായിരുന്നു ദയയെ വിമർശിച്ചത്. അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അതിലിത്ര പറയാനെന്തിരിക്കുന്നു എന്ന് ചോദിച്ചവരുമുണ്ടായിരുന്നു. ഇപ്പോഴിതാ വിവാദമായ യൂട്യൂബ് റിയാക്ഷനെക്കുറിച്ചും തനിക്ക് പറയാനുള്ള കാര്യങ്ങളുമൊക്കെ വിശദീകരിച്ചിരിക്കുകയാണ് ദയ. ഞാൻ എയറിലായിരുന്നു, ഇപ്പോൾ സ്പേസിലേക്ക് ആവുന്നുണ്ട്, കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. കുറച്ച് ദിവസം മുൻപ് പേഴ്സണൽ ലൈഫിൽ കുറച്ചൊരു തകരാർ വന്നു. ആ ടൈമിലാണ് ഞാനൊരു റീൽ എടുക്കാമെന്ന് കരുതിയത്. മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടാറില്ല, ബ്രേക്ക് എടുക്കാറാണ് പതിവ്. അങ്ങനെ മാറി നിന്നപ്പോൾ അയ്യോ എന്തു പറ്റിയെന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം. അങ്ങനെയാണ് ആ റീൽ ചെയ്യുന്നത്. അത് വന്നതോടെയാണ് ഞാൻ എയറിലായത്. എന്നെക്കുറിച്ച് പറഞ്ഞുള്ള വീഡിയോ ഞാൻ അങ്ങനെ കണ്ടില്ല, ലെങ്തിയായിരുന്നു. നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരാറുണ്ട്. ഈ വീഡിയോ വന്നപ്പോഴും എനിക്ക് കാര്യമായൊന്നും തോന്നിയില്ല. കാലിൻ്റെ അടിയിലെ പൊടിയുടെ വിലയെ ഞാൻ അതിന് കൊടുത്തുള്ളൂ. ഇഗ്നോർ ചെയ്യാമെന്നായിരുന്നു കരുതിയത്. ഞാനെന്തിനാണ് എൻ്റെ സമയവും എനർജിയും അതിനു പിന്നാലെ പോയി കളയുന്നത്? ആ ചെയ്തത് ഒരു മനുഷ്യനായി എനിക്ക് തോന്നിയില്ല. മനുഷ്യന്മാരൊന്നും ഇങ്ങനെ ചെയ്യില്ല. പിന്നീടാണ് സമാന രീതിയിൽ പലരെയും അറ്റാക്ക് ചെയ്തതായി ഞാൻ അറിഞ്ഞത്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. കുറേ പേർ അതുകണ്ട് എനിക്ക് പിന്തുണ അറിയിച്ച് വന്നിരുന്നു. അങ്ങനെ കുറേ മെസ്സേജുകൾ വന്നിരുന്നു. ഇതുവരെ എന്നെ ഫോളോ ചെയ്യാത്തവർ വരെ പിന്തുണ അറിയിച്ചിരുന്നു. ഇതൊക്കെ കണ്ട് എനിക്ക് ദേഷ്യം വന്നെങ്കിലും അതെൻ്റെ ജീവിതത്തിനെ ബാധിച്ചിട്ടില്ല. എന്നാൽ അങ്ങനെ ബാധിച്ചവർ വേറെയുണ്ട്. 50% പേരും അവരെ പിന്തുണച്ചിരുന്നു. അതാണ് എനിക്ക് ഷോക്കായത്. അത് കണ്ടപ്പോൾ പേടി തോന്നിയിരുന്നു. എനിക്ക് എന്നെ ഡീൽ ചെയ്യാനറിയാം. എന്നാൽ ഇതുപോലെ അറിയാത്തവരുണ്ടല്ലോ, അവരെയൊക്കെ ഇത്തരം കാര്യങ്ങൾ മോശമായി ബാധിക്കും. അവരെന്തൊക്കെയാണ് പറഞ്ഞതെന്നും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എനിക്കറിയാം. ഞാൻ ആദ്യമായാണ് ഇങ്ങനെ എയറിലായത്. അതുകൊണ്ട് ഈ വീഡിയോയും എയറിലാവും. എയറിൽ കയറാൻ നിങ്ങളെല്ലാം എന്നെ അനുഗ്രഹിക്കണം. അമ്മയുടെ അനുഗ്രഹം ഓൾറെഡിയുണ്ട്. അച്ഛൻ ബിസിയായിരുന്നു. മക്കളെ നീ താഴെ വരൂ, പേടിക്കേണ്ടെന്നായിരുന്നു അമ്മൂമ്മ പറഞ്ഞത്. എന്നോടൊപ്പം നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തവരോട് നന്ദി പറയുന്നു. ഞാൻ ഇനിയും പോസ്റ്റുമായി വരും. എന്നെ എത്രത്തോളം ആളുകൾ സ്നേഹിക്കുന്നുണ്ടെന്നും പിന്തുണയ്ക്കുന്നുണ്ടെന്നും ഇപ്പോഴാണ് അറിഞ്ഞത്. ചെറിയൊരു കുഞ്ഞു വരെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ചേച്ചി ഇനിയും വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നായിരുന്നു എന്നോട് പറഞ്ഞത്.